എന്ന് പറയുമ്പോൾ 3 നേരം ആഹാരം കഴിക്കുന്നവനെ വിപ്ലവം നടത്തി ഒറ്റ നേരത്തേക്ക് കൊണ്ടുവരണം. അങ്ങനെ വിപ്ലവം നടക്കത്തുള്ളൂ. 3 നേരം ആഹാരം കഴിച്ചാൽ പേര് പോക്കണം. ബൂഷ് എന്ന് പറഞ്ഞാൽ പിന്നെ സഹിക്കില്ല. അവരെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായിട്ട് പോയ ആളുകളാണ്. അവരുടെ ആഗ്രഹം ലോകത്തെല്ലാം ഖിലാഫത്തിലേക്ക് കൊണ്ടുവരിക. പാർട്ടി എന്നാണ് ശരിക്കും ജനിച്ചത്? അത് വലിയ തമാശയാണ്. നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇത് സമ്മേളനങ്ങളുടെ കാലമാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയായി സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. തൊട്ടു പിന്നാലെ CPI-യും വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു ചരിത്രം പരിശോധിക്കുന്നത് ഉചിതമാകും. ഇതേക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നു ശ്രീ കോന്നി ഗോപകുമാർ. വെൽക്കം സാർ, വെൽക്കം ടു ഇൻ്റർവ്യൂ. സർ, ഇൻ്റർവ്യൂവിൽ സൂചിപ്പിച്ചതുപോലെ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സമ്മേളന കാലമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത് ഇവിടെ പ്രമുഖമായി 2 കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണുള്ളത്. ഒന്ന് CPM, മറ്റേത് CPI. ഇവർ രണ്ടുപേരും എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ എന്താണ് ഇവരുടെ നാൾ വഴി, അതേക്കുറിച്ച് ഒന്ന് പരിശോധിക്കാമെന്ന് കരുതുന്നു. താങ്കൾ തുടങ്ങുക. അല്ല, ശരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേരിൽ ഒരു പാർട്ടി ഉണ്ടായി. അത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയവും ഉണ്ടായ പാർട്ടിയും തമ്മിൽ കാര്യമായ ബന്ധമൊന്നുമില്ല. നമ്മളെ ഒരു സിനിമയിലെ ദാക്ഷായണി ബിസ്ക്കറ്റ് കേട്ടിട്ടുണ്ടല്ലോ. മോഹൻലാലിൻ്റെ അമ്മയോട് ഇഷ്ടമുള്ളതുകൊണ്ട് ദാക്ഷായണി ബിസ്ക്കറ്റ് എന്ന് പേരിട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊള്ളാമെന്ന് തോന്നി, റഷ്യയിലൊക്കെ ഉണ്ടല്ലോ. എന്നാൽ നമുക്കും ഇരിക്കട്ടെ ഒരു പാർട്ടി. അങ്ങനെ ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത്. കാരണം ഉണ്ടായത് എന്ന് ഞാൻ പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിനു വേണ്ടിയാണോ നിൽക്കേണ്ടത്, അതിൻ്റെ ഫിലോസഫി എന്താണോ അതുമായിട്ട് കാര്യമായ ബന്ധമൊന്നും പിന്നീട് ഉണ്ടായ പാർട്ടിക്കില്ല. പേരിടുമ്പോഴേ അവർക്ക് വലിയ കൺസെപ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫലത്തിൽ ഇങ്ങനെയാണ് വന്നത്. ഈ പറയുന്നത് CPM-നെ കുറിച്ചാണോ അതോ CPM ഉണ്ടാകുന്നതിന് മുൻപുള്ള CPI-യെ കുറിച്ചാണോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയെക്കുറിച്ച്. ശരി. CPI അതാണ് ആദ്യം ഉണ്ടാകുന്നത്. ശരി. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM-ഉം CPI-യുമായിട്ട് ഇപ്പോൾ വേർതിരിഞ്ഞ് നിൽക്കുകയാണ്. വേർതിരിഞ്ഞ് 64-ലാണ് ഇവർ പിളരുന്നത്. CPM ഉണ്ടാകുന്നത്. പിളർന്നപ്പോൾ ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെയാണ് ഒരു കോമഡി വരുന്നത്. പിളർന്നപ്പോഴാണ് ഇവർ ഡേറ്റ് ഓഫ് ബർത്തിനെ കുറിച്ച് തർക്കം വരുന്നത്. അപ്പോൾ CPM പറഞ്ഞത് ഞങ്ങളുടെ പാർട്ടി ഉണ്ടായത് താഷ്കൻഡ് വെച്ചാണ് 1920. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടത്. CPI പറയുന്ന അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ കാൺപൂരിൽ വെച്ചാണ് ഉണ്ടായത് 1925. അങ്ങനെ 5 വയസ്സിൻ്റെ വ്യത്യാസമാണ് ജനനത്തീയതിയിൽ ഇവർ തമ്മിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു പാർട്ടി ഉണ്ടായപ്പോൾ ആദ്യം തർക്കം വന്ന ജനനത്തീയതിയിലാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അതാണ് ഞാൻ പറഞ്ഞത്. പാർട്ടിയുടെ ജനനം തന്നെ സംശയാസ്പദമാണെന്നാണ് പറഞ്ഞത്. പാർട്ടി എന്നാണ് ശരിക്കും ജനിച്ചത്? അത് വലിയ തമാശയാണ്. 1920 താഷ്കൻഡിൽ, അവിടെ വെച്ചാണ് നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രി മരിച്ചുപോയത്. താഷ്കൻഡിൽ വെച്ച് ഈ നമ്മുടെ എം എൻ റോയും അബനി മുഖർജി എല്ലാം കൂടെ കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളിൽ ആകൃഷ്ടരായ കുറച്ച് ആളുകളുടെ മീറ്റിംഗ് വിളിച്ചു. 1920 കാര്യമാണ് ഈ പറയുന്നത്. ശരി. അന്ന് കാര്യമായ ഒരു ആളുകളെ അതിനകത്ത് അവർക്ക് പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞില്ല. 1917 റഷ്യയിൽ വിപ്ലവമുണ്ടായി. സ്റ്റാലിൻ്റെ ലെനിൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ് വന്നു. അപ്പോൾ ആ ഒരു ഘട്ടമാണ്. പക്ഷേ ആദർശത്തിലേക്ക് ആകൃഷ്ടരായ കുറേ ആളുകളെ ചേർത്ത് നിർത്താൻ ഇന്ത്യക്കാരെ വേണ്ടേ, അതിനവർ കഴിഞ്ഞില്ല. ഒരു വർഷം കഴിഞ്ഞപ്പോൾ 1921 ആയപ്പോൾ കുറച്ച് ആളുകൾ ഷഫീഖ് അഹമ്മദിൻ്റെയൊക്കെ നേതൃത്വത്തിൽ, അദ്ദേഹം അതിൻ്റെ ചുമതലയുള്ള ഒരാളായിരുന്നു, കുറേ ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർന്നു. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർന്നവരാരാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 21 ചേർന്നത് ടർക്കിയിൽ ഖിലാഫത്ത് മൂവ്മെൻറ്റ് നടക്കുകയാണ്. ടർക്കിയിലെ ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെ പങ്കെടുത്തിട്ട് തിരിച്ചു വരുന്ന ആളുകളാണ് ഒരു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്നീട് രൂപം കൊടുക്കുന്നത്. അവരോട് ചേർന്നാണ് ഈ ആളുകളുടെ എണ്ണം തയ്ക്കുന്നത്. മനസ്സിലായി. അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വിപ്ലവ പാർട്ടിയായിട്ടല്ല രൂപം കൊള്ളുന്നത്. ടർക്കിയിലെ ഖിലാഫത്തിന് വേണ്ടി ഇവർ പോയത് വിപ്ലവം നടത്താനല്ലല്ലോ. ഖിലാഫത്തും സോഷ്യലിസ്റ്റ് വിപ്ലവമായിട്ട് ബന്ധം എന്താണ്? ഖിലാഫത്തും മാർക്സിസവുമായിട്ട് ബന്ധം എന്താണ്? ഒരു ബന്ധവും ഇല്ല. പക്ഷേ അതിന് പോയി പരാജയപ്പെട്ട ആളുകളെല്ലാം കൂടെ ചേർന്നാണ് അതിന് പോയി തിരിച്ച് ഇവിടെ വന്നല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായിട്ട് പോയ ആളുകളാണ്. അവരുടെ ആഗ്രഹം ലോകത്തെല്ലാം ഖിലാഫത്തിലേക്ക് കൊണ്ടുവരിക. ടർക്കിയിൽ തന്നെ ഖിലാഫത്ത്, അവിടുത്തെ കാലിഫയുടെ പിന്നെ ഒരു പ്രാധാന്യം ഇല്ലാതാക്കി ബ്രിട്ടീഷ് ഗവൺമെൻറ്. പിന്നീട് മുസ്തഫ കമാൽ പാഷയൊക്കെ വരുന്നുണ്ട്, അത് വേറെ കഥയാണ്. അപ്പോൾ അതിന് പോയിട്ട് തിരിച്ചു വന്ന ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രൂപം കൊടുത്തത് എന്ന് പറയുമ്പോൾ അതെങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാകും എന്നാണ്
ഞാൻ ചോദിച്ചതിൻ്റെ ഒരു കാര്യം. അതായത് നമ്മൾ നാട്ടിൻപുറത്ത് ഉത്സവം കണ്ടിട്ട് മടങ്ങി വരുന്ന വഴിക്ക് ഒരു സിനിമയും കൂടെ കണ്ടു എന്ന് പറയുന്നത് പോലെ, പോയിട്ട് വരുന്ന വഴിക്ക് മറ്റൊരു കാര്യം കഴിഞ്ഞ് വരുന്ന വഴിക്ക് മറ്റൊരു കാര്യം കൂടെ ചെയ്തു എന്ന് പറയുന്നത് പോലെയാണ് ഇത് ഫോം ചെയ്തതെന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. അതെ, രണ്ടാമത് വന്നപ്പോൾ ഈ ഖിലാഫത്തിന് പോയ ചോദിച്ചിട്ടാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രോലിറ്റേറിയ ബൂർഷ പെറ്റി ബൂർഷ ഇതൊന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മതപരമായൊരു ആചാരം പോലെ ഒരു മതയുദ്ധത്തിന് കുരിശുയുദ്ധം പോലൊന്നാണത്. അതിനെ പോയിട്ട് തിരിച്ചു വന്നവരാണ് ഇത് രൂപീകരിച്ചത്. ശരി. അപ്പോൾ അതിൻ്റെ രസം വെച്ചാൽ 20 ഇതിന് രൂപം കൊടുത്തതിൻ്റെ പ്രധാനപ്പെട്ട ആൾ പിന്നെ എം.എൻ. റോയിയാണ്. ഈ എം.എൻ. റോയിയെ തൊട്ടടുത്ത വർഷം അദ്ദേഹത്തിന് പിന്നെ കമ്മ്യൂണിറ്റിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അംഗത്വം കിട്ടി, ഒക്കെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ടൊക്കെ പോയി. എം.എൻ. റോയി അവസാനം റഷ്യക്കാരൻ അവിടെ നിന്ന് ഒഴിവാക്കി. അതിൻ്റെ കാര്യം എം.എൻ. റോയിക്ക് ഒറിജിനൽ ചിന്തയുള്ള ഒരാളാണ്. അങ്ങനെ ഒരാളിനെ അവർക്ക് ആവശ്യമില്ല. അങ്ങനെ എം.എൻ. റോയി തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു. എം.എൻ. റോയോടൊപ്പം പ്രവർത്തിച്ച ഒരാളാണ് അബനി മുഖർജി. ഇവർ രണ്ടുപേരും ബംഗാളുകാരാണ്. ഈ അബനി മുഖർജി ലെനിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കണം, ഇന്ത്യയിൽ നിന്ന് പോയി വ്ളാഡിമർ ലെനിൻ്റെ പിന്നെ ഒരു ലെനിൻ്റെ സെക്രട്ടറി ആയിട്ട് വന്ന ആളാണ് പിന്നെ ഈ അബനി മുഖർജി. ലെനിൻ മരിച്ച് സ്റ്റാലിൻ വന്നപ്പോൾ സ്റ്റാലിൻ ചെയ്ത ആദ്യത്തെ കർമ്മം അബനി മുഖർജിയെ കൊല്ലുമായിരുന്നു. ലെനിൻ്റെ സെക്രട്ടറിയെ തന്നെ കൊല്ലുമായിരുന്നു. ഇതാണ് അവിടെ നടന്നത്. എം.എൻ. റോയി മടങ്ങി തിരിച്ച് ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ രീതിയിൽ ഒരു പുതിയ ആശയം, ഇന്ത്യക്ക് അനുയോജ്യമായ ഒരു ആശയം കൊണ്ടുവന്നു. അതാണ് റാഡിക്കൽ ഹ്യൂമനിസം. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരാശയമാണ് എം.എൻ. റോയി ഇന്ത്യയെ കൊണ്ടുവന്നത്. ശരി. അതിന് അദ്ദേഹം ഒരു പാർട്ടി സ്ഥാപിച്ചു, റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി. അതിൽ ശ്രദ്ധിക്കേണ്ടത് റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി, രണ്ടാമത്തെ വാക്ക് ഡെമോക്രസിയാണ്. അതാണ് എം.എൻ. റോയിയുടെ പ്രത്യേകത. റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് ഉണ്ടായത്. ഈ എം.എൻ. റോയിക്ക് തുല്യമായി നിൽക്കാൻ പറ്റുന്ന ഒരു ദാർശനികനും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല. ഒറിജിനൽ ചിന്തയുള്ള, ഇന്ത്യൻ കണ്ടീഷൻസ് മനസ്സിലാക്കി മനുഷ്യത്വപരമായ സമീപനം സ്വീകരിച്ച ആളാണ് എം.എൻ. റോയി. ഏതെങ്കിലും ഒരു സമ്മേളനത്തിൽ എം.എൻ. റോയിയുടെ പടം വെക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇവർ മാർക്സിൻ്റെയും ചെഗുവേരയുടെയും ഒക്കെ പടം വെക്കുന്നുണ്ട്. ചെഗുവേരയ്ക്ക് ഇവിടെ എന്തോ പ്രാധാന്യം എന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, വെച്ചോട്ടെ. ഡിവൈഎഫ്ഐയുടെ സ്ഥാപക നേതാവാണെന്നൊക്കെയാണ് ചിലർ പറയുന്നത്. ചെഗുവേര അതോ ഇവരെ കണ്ട് ചെഗുവേര പഠിച്ചാന്നോ അവർ ചെഗുവേരെ കണ്ട് ഇവർ പഠിച്ചാന്നോ എന്ന് പോലും തർക്കമുണ്ട്. അപ്പോൾ എന്തായാലും ശരി, എം.എൻ. റോയിയുടെ സ്ഥിതിയാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോഴേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇതുവരെയുള്ള ഒരു കാലഘട്ടത്തിൽ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണിച്ച വിഡ്ഢിത്തങ്ങൾ പലതാണ്. ഇവരാദ്യം കാണിക്കുന്ന വിഡ്ഢിത്തം 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തെ തള്ളിപ്പറഞ്ഞു. ക്വിറ്റ് ഇന്ത്യ സമരത്തെ തള്ളിപ്പറഞ്ഞു എന്ന് മാത്രമല്ല, ബ്രിട്ടീഷുകാരുടെ കൂടെ കൂടി കോൺഗ്രസിൻ്റെ സ്വാതന്ത്ര്യഭടന്മാരെ ഒറ്റുകൊടുക്കുകയും ചെയ്തു. ഒളിച്ചിരിക്കുന്നവരെയൊക്കെ പോലീസുകാർ കാണിച്ചു കൊടുക്കുന്ന ഒരു മഹത്തായ സേവനമാണ് 42 ചെയ്ത് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ. 43 ആയപ്പോഴത്തേക്ക് പാർട്ടീഷൻ്റെ പ്രശ്നങ്ങളായി. പാർട്ടീഷൻ്റെ പ്രശ്നമായപ്പോൾ ഇന്ത്യ വിഭജനത്തിൻ്റെ ഒരു ചർച്ചയിലേക്ക് വന്നു. മുസ്ലിം ലീഗ് പറഞ്ഞു ഞങ്ങൾക്ക് പാകിസ്ഥാൻ തന്നേ മതിയാവും, മതത്തിൻ്റെ പേര് രാജ്യം വിഭജിക്കണം എന്നുള്ളതാണ്. അപ്പോൾ രാജ്യം മതത്തിൻ്റെ പേരിൽ വിഭജിക്കുന്നതിന് ശക്തമായ എതിരായ നിലപാട് സ്വീകരിച്ച ആളാണ് മഹാത്മാഗാന്ധി. അപ്പോൾ ഇവർ 43 ഇവരുടെ മീറ്റിംഗ് കൂടിയിട്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനം കൂടിയിട്ട് ജി അധികാരി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഡോക്ടർ ജി അധികാരി. അദ്ദേഹം ഒരു പ്രമേയം പാസ്സാക്കി, പ്രമേയം അവതരിപ്പിച്ചു, അത് പാസ്സായി. അതായത് പ്രാദേശിക ജനവിഭാഗങ്ങൾക്ക് സ്വയം നിർണായകാവകാശം കൊടുക്കണം. എന്നിട്ട് പാകിസ്ഥാനെ അവർ കണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിനനുസരിച്ച് മുസ്ലിം ജനവിഭാഗത്തിലുണ്ടായ ജനാധിപത്യത്തിൻ്റെയും സ്വാതന്ത്ര്യ ബോധത്തിൻ്റെയും ഭാഗമാണ് പാകിസ്ഥാൻ വേണമെന്ന അവരുടെ ആവശ്യം. ആ ആവശ്യം പാർട്ടി അംഗീകരിക്കണം എന്നാണ് പറഞ്ഞത് 1943. അപ്പോൾ ഇന്ത്യ മുഴുവൻ പാർട്ടീഷനെതിരായിട്ട് നിൽക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത് പ്രാദേശിക സ്വയം നിർണയാവകാശം ഒരു ജനതയ്ക്ക് അവകാശപ്പെട്ടതാണ്, അത് അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ സർ CP സ്വതന്ത്ര തിരുവിതാംകൂർ പറഞ്ഞില്ലേ, അതിനെ അവർ അനുകൂലിക്കേണ്ടായിരുന്നു. അതെന്താ അവർ അനുകൂലിക്കാഞ്ഞത്? കാരണം സർ CP സ്വതന്ത്ര തിരുവിതാംകൂർ പറഞ്ഞത് ഒരു ജോഗ്രഫിയുടെ ബേസിലാണ്, ഒരു ജോഗ്രഫിക്കൽ ഡിവിഷനാണ് അദ്ദേഹം പറഞ്ഞത്. പാകിസ്ഥാൻ വന്നതെന്ന് വെച്ചാൽ മതത്തിൻ്റെ ബേസിലാണ്. അവർ മതത്തിൻ്റെ ബേസിൽ ഒന്നിച്ച് നിൽക്കുന്ന സംഘടിതമായ ന്യൂനപക്ഷത്തിനെ കൈകാര്യം ചെയ്യാനാണ് 43 ഈ അധികാരി ഈ പ്രമേയം കൊണ്ടുവന്നത്. അതോടുകൂടി സെൻസുള്ള, ചിന്തിക്കുന്ന, വായിക്കുന്ന, രാജ്യസ്നേഹമുള്ള ഇന്ത്യക്കാരൻ്റെ മനസ്സിൽ നിന്നും ഏതാണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അസ്തമിച്ചു. 47 സ്വാതന്ത്ര്യം കിട്ടുകയാണ്. 47 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇവർ പറയുന്ന സ്വാതന്ത്ര്യം കിട്ടിയില്ലെന്നാണ്.
ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയില്ല. അംഗീകരിക്കാൻ തയ്യാറില്ല. അംഗീകരിക്കും. ഇതൊന്നും സ്വാതന്ത്ര്യമല്ല. ത്രിവർണ്ണ പതാക സ്വാതന്ത്ര്യത്തിനെ അവർ അംഗീകരിച്ചില്ല. AKG സെൻറ്ററിൻ്റെ മുന്നിലെ പിന്നെ നമ്മുടെ ദേശീയ പതാക ഉയർത്തിയതിന് 2-3 കൊല്ലത്തിന് മുമ്പാണ്. പിന്നീടാണ് അവർ വന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ ആ സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയെന്ന് സമ്മതിച്ചത്. അപ്പോൾ അത് അവർ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, നെഹ്റുവിൻ്റെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കണമെന്ന് തീരുമാനിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടന്നു. അങ്ങനെ നടന്ന് ഒരു കൽക്കട്ട തീസിസ് BT രണദിവയെ കൊണ്ടുവരികയാണ്. കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ച് ഈ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ ശ്രമിക്കണം. അങ്ങനെയാണ് തെലുങ്കാന കലാപം ഉണ്ടാകുന്നത്. തെലുങ്കാന കലാപം അടിച്ചമർത്തി. അതിൻ്റെ ഏറ്റവും വലിയ ആയിരക്കണക്കിന് ആളുകൾ ഈ തെലുങ്കാന കലാപത്തിൽ മരിച്ചു. ഒറ്റ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ മരിച്ചിട്ടില്ല. അവരാണ് സമരം ഉണ്ടാക്കിയത്. പക്ഷെ മരിച്ചില്ല. ഇല്ല, ആരും മരിച്ചില്ല. പുന്നപ്പുറ വയലാറിൽ മരിച്ച ഏതെങ്കിലും സ്വാതന്ത്ര്യ സമര ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ പേര് പറയാം. വലിയ ചുടുകാടിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഓക്കെ, ഈ അന്ത്യവിശ്രമം കൊള്ളുന്നതിൽ ഏത് പാർട്ടി നേതാവുണ്ട്? യുദ്ധം നടക്കുമ്പോൾ ആദ്യം കമാൻഡറല്ലേ പോകേണ്ടത്? ആ കമാൻഡറല്ലേ ആദ്യം മരിച്ചു വീഴേണ്ടത്? എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുകുരങ്ങിനെ കൊണ്ട് ചൂടുചോറ് വായിരിക്കുന്ന ഒരു രാഷ്ട്രീയ കലാപരിപാടിയാണ് ഈ വിപ്ലവങ്ങളിലൊക്കെ കണ്ടത്. അത് തെലങ്കാന സമരത്തിലും അത് തന്നെ, പുന്നപ്ര വയലാർ സമരത്തിലും അത് തന്നെ. അപ്പോൾ അത് അംഗീകരിച്ചില്ലല്ലോ. അതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതാണ്ട് ഇവിടെ ജനങ്ങളുടെ മനസ്സിൽ, അതായത് ചിന്തിക്കുന്ന ജനങ്ങളുടെ മനസ്സിൽ അവർ അസ്തമിച്ചു. പ്രത്യേകിച്ച് മധ്യവർഗത്തിൻ്റെ അവരുടെ മനസ്സിൽ അവർ അസ്തമിച്ചു കഴിഞ്ഞു. പിന്നീട് വരുന്നത് അവരെ ഒരു പാർലമെൻ്ററി സംവിധാനത്തിലേക്ക് വരുന്നത് 1952 ആദ്യം തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ്. ആ തിരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കാൻ മത്സരിച്ചു. അന്ന് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. എന്ന് പറഞ്ഞാൽ കുറച്ച് പോക്കറ്റുകളിലെങ്കിലും കുറച്ച് ആളുകളെയെങ്കിലും, ഈ മഹാരാജ്യത്തെ കുറച്ച് ആളുകളെയെങ്കിലും ആകർഷിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇപ്പം മധ്യപ്രദേശ്, UP, ബീഹാർ, രാജസ്ഥാൻ, അതുപോലെ തന്നെ തമിഴ്നാട്, തെലുങ്കാനയുടെ പിന്നെ പഴയ ആന്ധ്രാപ്രദേശിൻ്റെ ചില ഭാഗങ്ങൾ, അവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു. ബംഗാൾ, ഇവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു. കേരളം, എല്ലാം കൊണ്ട് അവർ പ്രധാന പ്രതിപക്ഷമായിട്ട് മാറുകയാണ്. AK ഗോപാലൻ പ്രതിപക്ഷ നേതാവായി, എണ്ണമില്ലെങ്കിൽ പോലും പ്രതിപക്ഷ നേതാവായിട്ടാണ് അദ്ദേഹത്തിനെ നെഹ്റു അംഗീകരിച്ചു. അവിടെ തൊട്ട് ഇങ്ങോട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം നോക്കിയാൽ 52 വന്നു. 52 നിന്ന് 64 വന്നപ്പോൾ ഇവർ തമ്മിൽ തർക്കമായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് തർക്കമായി. ആ തർക്കമാണ് CPM-ന്റെ പിറവിയിലേക്ക് നയിച്ചത്. എന്തായിരുന്നു തർക്കത്തിൻ്റെ കാരണം? അതാണ് വലിയൊരു രസം. ഈ എന്താണ് തർക്കമെന്ന് ചോദിച്ചാൽ, ഈ പഴയ ഒരു പ്രിയദർശൻ്റെ സിനിമ, അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ചിലപ്പം അനീഷ് ചെറുപ്പായോണ്ട് ഓർക്കുമായിരിക്കും. ഈ പപ്പുക്കുറുപ്പും കോമക്കുറുപ്പും കൂടെ ഒരു വാൾപേറ്റ് നടന്നൊരു സിനിമയുണ്ട്. ഇങ്ങനെ വള്ളിയ ഞാന്ന് വന്നിങ്ങനെ, അതാണ്. അതായത് വെറുതെ ഒരു കാര്യമില്ലാതെ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഇവർ തമ്മിലുള്ള ഈഗോ, ഒരു കാര്യം അതാണ്. ആരായിരുന്നു ഈഗോയുടെ രണ്ട് വക്താക്കൾ? രണ്ട് ഗ്രൂപ്പായിട്ട് അവരങ്ങ് തിരിയുകയാണ്. ഈ പപ്പുക്കുറുപ്പും കോമക്കുറുപ്പും 2 ഗ്രൂപ്പായിട്ട് തിരിയുകയാണ്. കോമക്കുറുപ്പിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ 32 പേരുണ്ടായിരുന്നു. അവരെല്ലാം കൂടെ ഇറങ്ങി വെച്ച് പറഞ്ഞ് ഇരിക്കുന്നവനൊന്നും കമ്മ്യൂണിസ്റ്റുകാരനല്ല എന്ന് പറഞ്ഞു. ഇവനൊക്കെ തിരുത്തൽവാദികളാണ്, മഹാകുഴപ്പക്കാരാണ്, റിവിഷനിസമാണ്, അതുകൊണ്ട് ഇവരെ ഒരിക്കലും അംഗീകരിക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നിച്ച് നിന്നവരെക്കുറിച്ചായി പറഞ്ഞതെന്ന് ആലോചിച്ച് നോക്കണം. ഈ വഴക്കുണ്ടാകാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ കാര്യം ഈ ഇന്ത്യൻ പിന്നെ ഇവിടെ നമ്മുടെ ഈ ഇന്ത്യ രാജ്യം എങ്ങനെയാണ് പിന്നെ നമ്മൾ ആരെയാണ് ഫോളോ ചെയ്യേണ്ടത്? അപ്പം ലോക കമ്മ്യൂണിസം എങ്ങനെ നിൽക്കുകയാണല്ലോ, റഷ്യ വേണോ ചൈന വേണോ? ചൈന വേണം. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു റഷ്യ നല്ല രാജ്യമാണ്. അന്നൊരു പഴയ കമ്മ്യൂണിസ്റ്റ്, ഇവരൊന്നിച്ച് നിന്നപ്പോൾ എഴുതിയ ഒരു കമ്മ്യൂണിസ്റ്റ് കവിതയുണ്ട്. സോവിയറ്റ് എന്നൊരു നാടുണ്ടത്രേ, പോകാൻ കഴിഞ്ഞെങ്കിൽ എന്ത് ഭാഗ്യം. നാണി എന്ന് പറയുന്നൊരു ഒരു കഥാപാത്രം പാടുന്നതായിട്ടാണ്. അവരൊന്നിച്ച് പാടിയതാണ്. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ 64 വന്നു കഴിയുമ്പോൾ അത് വേണ്ടാൻ തീരുമാനിച്ചു. ചങ്കിലെ ചൈനയായിട്ട് വന്നു. അപ്പോൾ ചങ്കിലെ ചൈനയായിട്ട് വന്ന് അപ്പോൾ റഷ്യ വേണമെന്നൊരു ഭാഗം, ചൈന വേണമെന്ന് മറ്റൊരു ഭാഗം. അപ്പോൾ അത് രണ്ടും കുഴപ്പത്തിലായി. രണ്ടാമത് വന്നു കഴിഞ്ഞപ്പോഴേ ഇന്ത്യ അപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുക ഒരു ഗവൺമെൻറ്, 64 നെഹ്റു ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരിക്കുക. ഈ ഗവൺമെൻറ് ആരുടെ ഗവൺമെൻറ്റാണ്? അതാണ് പ്രശ്നം. അപ്പോൾ പിന്നെ CPI-ക്കാരൻ പറഞ്ഞു ഈ ഗവൺമെൻറ് എന്ന് പറയുന്നത് ദേശീയ ബൂർഷ്വാസിയുടെ ഗവൺമെൻറ്റാണ്. ദേശീയ ബൂർഷ്വാസിയുടെ ഗവൺമെൻറ്റാണ്. ഈ ബൂർഷ്വാസിക്ക് വേറെ ഒരു കാര്യമുണ്ട്, അത് അടുത്ത ഘട്ടത്തിലേക്ക് പറയാം. അപ്പോൾ പിന്നെ കമ്മ്യൂണിസ്റ്റ് CPM-കാർ പറഞ്ഞു ഇത് ദേശീയ ബൂർഷ്വാസി, ഇത് ബൂർഷ്വാസിയാണ്, അതായത് വൻകിടക്കാരാണ്. അവന് ദേശീയതയൊന്നും നോക്കേണ്ട കാര്യമില്ല, വൻകിടക്കാരാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഗവൺമെൻറ്
വലിയ വൻകിട മുതലാളിമാരുടെ സാമ്രാജ്യത്വത്തിൻ്റെ ഗവൺമെൻറ്റാണ് എന്നാണ് CPM-ന്റെ നിലപാട്. അഭിപ്രായം. തർക്കത്തിലേക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗവൺമെൻറ് എന്താ മാറ്റണ്ടേ? അതിനെ മാറ്റണം. ബുഷ് എന്ന് പറഞ്ഞാൽ പിന്നെ സഹിക്കത്തില്ല. ഇതിനെ മാറ്റണം. അത് ബുഷയുടെ കാര്യം നമുക്കിനി എടുക്കേണ്ടതാണ്. അപ്പം ഇതുവർ സഹിക്കാത്തത് കൊണ്ട് ഇവർ രണ്ടുപേരും ആ കാര്യത്തിൽ ഉടയ്ക്കുന്നു. അപ്പോൾ ഗവൺമെൻറ്റിനെ മറിക്കണം. ഗവൺമെൻറ്റിനെ എങ്ങനെയാണ് മറിക്കേണ്ടത്? അപ്പം CPI പറഞ്ഞു, ദേശീയ ബൂർഷ്വാസിയുടെ നേതൃത്വത്തിൽ തൊഴിലാളിയും കർഷകരും ചേർന്ന് ഈ ഗവൺമെൻറ്റിനെ മറിക്കണം എന്ന് പറഞ്ഞാൽ ദേശീയ ജനാധിപത്യ വിപ്ലവം. ദേശീയ ജനാധിപത്യ വിപ്ലവത്തിൻ്റെ പറഞ്ഞാൽ ദേശീയ ബൂർഷ്വാസിയാണ് അതിന് നേതൃത്വം കൊടുക്കേണ്ടത്. അതിനാണ് ദേശീയ ജനാധിപത്യ വിപ്ലവം എന്ന് പറയുന്നത്. അങ്ങനെ വേണമെങ്കിൽ സർക്കാരിനെ മറിക്കാൻ. CPM പറഞ്ഞു അതൊക്കത്തില്ല, ജനകീയ ജനാധിപത്യ വിപ്ലവം വേണം. ഈ ബൂർഷ്വാസിക്ക് ഇതിനകത്ത് ഒരു കാര്യമില്ല. കർഷകരും കർഷക തൊഴിലാളികളും മാത്രം മതി, വേറെ ഒരുത്തിനും വേണ്ട. ലേഡീസ് ഉള്ളി എന്നൊക്കെ പറയുന്ന പോലെ അത് മാത്രം മതി. അവരെ വേണം നടത്താൻ. അങ്ങനെ തർക്കമായി. അപ്പം വിപ്ലവം എന്തായാലും നടത്താൻ തീരുമാനിച്ചു. അടുത്ത അടി നടക്കുന്ന എവിടെയെന്ന് വെച്ചാൽ വിപ്ലവം കഴിഞ്ഞ് ഗവൺമെൻറ് മറിയല്ലേ, മറി കഴിഞ്ഞാൽ ആര് ഭരിക്കണം? അടുത്ത കോമഡി ചോദ്യമാണ്, ആര് ഭരിക്കണം? ഇവിടെ ഒരു കുന്തവും നടന്നില്ല. തെലങ്കാനയിലെ സമരം നടന്നു, അടിയും കൊണ്ട് കുറേ പാവങ്ങളെ കൊന്ന് ചെത്ത് അതങ്ങ് തീർന്നിരിക്കുക. പിന്നെ ഇവിടെ ഭരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവർ ഭരിക്കണം. ആര് ഭരിക്കും? CPI പറഞ്ഞു ദേശീയ ബൂർഷ്വാസിയുടെ നേതൃത്വത്തിൽ ഉള്ള ഒരു ഭരണകൂടം കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ വേണം ഇന്ത്യ ഭരിക്കാൻ. അവിടെയും ദേശീയ ബൂർഷ്വാസി അവിടെ വരുന്നുണ്ട്. CPM പറഞ്ഞാൽ അതൊന്നും പറ്റത്തില്ല. കർഷകരും തൊഴിലാളികളും മാത്രം മതി. ദേശീയ ബൂർഷ്വാസി എന്ന് പറഞ്ഞവർ തന്നെ ഇതിനകത്ത് കയറ്റാൻ ഒക്കത്തില്ല. അപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന കാര്യം തീരുമാനിച്ചു. ഇന്ത്യയുടെ ആകെപ്പാടെ ഏത് കോണിലുണ്ടെന്ന് ആലോചിച്ച് നോക്കണം. അവിടെ അടിയായിട്ട് അങ്ങനെയാണ് 64 32 പേര്. അതാണ് കോമക്കുറുപ്പിൻ്റെ കൂടെ 32 പേര്, പപ്പുക്കുറുപ്പിൻ്റെ കൂടെ കുറേ പേരും അവിടെ ഇരുന്നു. ഈ ക്ലബിലടത് ഒരു അടിയത്തരേ ഉള്ളൂ. അതിനുശേഷം പിന്നീടുണ്ടായ കോമഡി ഷോ നമ്മൾ ഈ കാണുന്നു. ഏറ്റവും രസകരമായ കാര്യം, എന്തൊക്കെയാണോ CPM സ്വീകരിച്ച നിലപാട് അതിന് വിരുദ്ധമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അവർ പറഞ്ഞ എന്താണ്, ഇന്ത്യ ഭരിക്കുന്നത് അതിൽ ഈ ദേശീയ ബൂർഷ്വാസിക്ക് ഒരു കാര്യമില്ല. തൊഴിലാളികളും അതുപോലെ തന്നെ കർഷക തൊഴിലാളികൾ. അപ്പോൾ ഈ മാർക്സിസത്തിനകത്തൊരു പ്രത്യേകതയുണ്ട്. മാർക്സ് ഈ പെറ്റി ബൂർഷ്വാമെന്ന വിഭാഗത്തിനെ കാണുന്നുണ്ട്. അതായത് ബൂർഷ്വായെ, പെറ്റി ബൂർഷ്വായെ, പ്രോലിറ്റേറിയറ്റ് എന്ന് പറഞ്ഞാൽ തൊഴിലാളിയാണ്. ഈ പ്രോലിറ്റേറിയറ്റ് തന്നെ മാർക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 3 നേരം ആഹാരം കഴിക്കാനില്ലാത്തവൻ, വസ്ത്രം കൃത്യമായിട്ട് മാറാനില്ലാത്തവൻ, കിടപ്പാടമില്ലാത്തവൻ എങ്കിലേ പ്രോലിറ്റേറിയറ്റ് ആവൂ. ഈ പെറ്റി ബൂർഷ്വ, അതായത് പെറ്റി ബൂർഷ്വ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ജോലിയുണ്ട്, കയറി കിടക്കാൻ സ്ഥലമുണ്ട്, അത്യാവശ്യം മാറി ധരിക്കാൻ വസ്ത്രമുണ്ട്, 2-3 നേരം ആഹാരമൊക്കെ കഴിക്കാനുള്ള സംവിധാനമുണ്ട്. മറ്റേ ബൂർഷ്വാസി എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയലിസ്റ്റുകളാണ്, വലിയ വൻകിട മുതലാളിമാരാണ്. അപ്പം ഈ വൻകിട മുതലാളിക്കും പ്രോലിറ്റേറിയറ്റ് ഒന്നുമില്ലാത്ത തൊഴിലാളിക്കും ഇടയ്ക്കുള്ള ഒരു ചെറിയ വർഗ്ഗമാണ് ഈ മധ്യവർഗ്ഗം, ഈ പെറ്റി ബൂർഷ്വ. അപ്പോൾ മാർക്സ് പറയുന്നത് ഇവന്മാർ ഏറ്റവും വലിയ കുഴപ്പക്കാരാണ് പെറ്റി ബൂർഷ്വ. മാർക്സിന് കർഷകരെക്കുറിച്ച് ഒരു ബഹുമാനമില്ലായിരുന്നു. കർഷകരെ ഒരിക്കലും വിശ്വസിക്കരുതെന്നാണ് മാർക്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കർഷകരൊന്നും, അതേ തൊഴിലാളികളുടെ വിപ്ലവമാണ് പറഞ്ഞത്. വിപ്ലവം നടത്താൻ തൊഴിലാളിക്കേ പറ്റുള്ളൂ. അപ്പോൾ ഇവർ ഈ പെറ്റി ബൂർഷ്വ കൊണ്ട് നിൽക്കുന്ന ഈ സംവിധാനത്തിനെ നമുക്ക് എന്ത് ചെയ്യണം? ഇവനെ റെഡിയാക്കി അവനെ അങ്ങ് പ്രോലിറ്റേറിയറ്റ് ആക്കണം. എന്ന് പറയുമ്പോൾ 3 നേരം ആഹാരം കഴിക്കുന്നവനെ വിപ്ലവം നടത്തി ഒറ്റ നേരത്തേക്ക് കൊണ്ടുവരണം. അങ്ങനെ വിപ്ലവം നടക്കത്തുള്ളൂ. 3 നേരം ആഹാരം കഴിച്ചവൻ്റെ പേര് പോക്കണം. അതാണ് ഈ പെറ്റി ബൂർഷ്വ. ഇതാണ് ഈ സംവിധാനമാണ് പിന്നീട് ഇതിൻ്റെ പേരിലാണ് ഈ ബഹളങ്ങളെല്ലാം ഉണ്ടായത്. ഏറ്റവും രസകരമായ കാര്യം, CPM പറയുന്നത് പെറ്റി ബൂർഷ്വായെ ഇവിടെ വേണ്ടെന്നാണല്ലോ. കർഷക തൊഴിലാളികളും ചേർന്ന ഒരു ഗവൺമെൻറ്. പിന്നെ ഇവരുടെ ഗവൺമെൻറ് ബംഗാളിലുണ്ടായി, ത്രിപുരയിലുണ്ടായി, കേരളത്തിലുണ്ടായി. ഇപ്പം ബംഗാളിലുണ്ടായ ഗവൺമെൻറ് നേതൃത്വം കൊടുത്തത് ജ്യോതി ബസുവാണ്. ജ്യോതി ബസ് പഠിച്ചത് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലാണ്. ബംഗാളിലെ അദ്ദേഹം മരണവരെ വേണേലും തുടരാമായിരുന്നു. അദ്ദേഹം അവിടെ അധികാരത്തിൽ വേണ്ടാന്ന് ക്ഷീണിച്ച് പോയത്, ക്ഷീണിച്ചു കഴിഞ്ഞ് ഇനിയും ഭരിക്കുന്നില്ലെന്ന് പറഞ്ഞു പോയതാണ്. പിന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആദരണീയനായ നേതാക്കന്മാരുടെ ഒരാളാണ് ജ്യോതി ബസു. അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കാൻ പ്രതിപക്ഷ കക്ഷികളെല്ലാം തയ്യാറായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെ പ്രധാനമന്ത്രിയാക്കുന്നതിന് പ്രകാശ് കാരാട്ടും പിന്നെ സീതാറാം യെച്ചൂരിയും എതിരായിട്ട് നിന്നത്. എന്തായാലും ആ അവസരം അവർ കളഞ്ഞു. അദ്ദേഹം ഏത് വർഗത്തിലാണ് വിടുന്നത്?
അല്ല, ബൂർഷ്വാസി നമ്മൾ പറഞ്ഞില്ലേ പോലും, മിനിമം അദ്ദേഹം പെറ്റി ബൂർഷയാണ്. അതിനുശേഷം രണ്ടാമതൊരാൾ വന്നു, ബുദ്ധദേവ് ഭട്ടാചാര്യ. അദ്ദേഹം ഡോക്ടറേറ്റ് ഉള്ള ആളാണ്, പണ്ഡിതനാണ്, ചിന്തകനാണ്. അദ്ദേഹവും പെറ്റി ബൂർഷ വർഗത്തിൽപ്പെട്ട ആളാണ്. ഇനി കേരളത്തിൽ വരാം. ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്, അദ്ദേഹവും പെറ്റി ബൂർഷാണ്. പെറ്റി ബൂർഷ എന്നാൽ അദ്ദേഹത്തിന് ഇളംകുളം മനക്കിലെ തിരുമേനിക്ക് തന്നെ 30,000 60,000 പറ നെല്ല് പാട്ടം കിട്ടുന്ന ആളാണ്. അപ്പോൾ എന്നാലും പ്രോലിറ്റേറിയറ്റ് അല്ലല്ലോ. പിന്നെ വന്നത് EK നായനാരാണ്. EK നായനാരുടെ അച്ഛനപ്പൂപ്പന്മാർ ആ നാട്ടിലെ ഭരണകർത്താക്കളായിരുന്നു, പ്രഭുക്കന്മാരായിരുന്നു. EK നായനാരുടെ വീട് തന്നെ അറിയപ്പെടുന്നത് 101 മുറി വീടെന്നാണ്. അത്രയും സമ്പന്നമാണ്. അദ്ദേഹം രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഈ പ്രോലിറ്റേറിയറ്റ് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഡിഫൈൻ ചെയ്തെടുത്തു എന്ന് വന്ന 2 പേരേ ഉള്ളൂ മുഖ്യമന്ത്രിമാരായിട്ട് കേരളത്തിൽ വന്നത്. അതിലൊന്ന് VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദന് പാവപ്പെട്ട ഒരു കർഷക തൊഴിലാളിയുടെ കുടുംബം. പിണറായി വിജയനും ഒരു ചെത്തുതൊഴിലാളിയുടെ കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. ഇവർ 2 പേരേ ഉള്ളൂ പ്രോലിറ്റേറിയറ്റ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യാവുന്ന ആളുകളിൽ നിന്ന് വന്നത്. അതായത് സോ കോൾഡ് ആ കാറ്റഗറിയിൽ പെടുന്ന 2 പേരുണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഭജനം ഉണ്ടായത് എന്തിനു വേണ്ടിയാണോ ആ സാഹചര്യങ്ങളൊക്കെ അപ്രസക്തമായി. ആ അപ്രസക്തമായ ഘട്ടത്തിലാണ് CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് മാർച്ചിൽ കടക്കുന്നതും CPI അതിൻ്റെ ഒരുക്കങ്ങളുമായിട്ട് പോകുന്നത്. ദേശീയ ജനാധിപത്യ വിപ്ലവത്തിനോ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിനോ സമകാലിക കേരളത്തിലോ സമകാലിക ഭാരതത്തിലോ എന്തെങ്കിലും പ്രസക്തിയുണ്ട്? ഇല്ല. പിന്നെ ഈ പ്രസ്ഥാനം നിന്നിട്ട് കാര്യം എന്താണ്? താങ്കളുടെ പോയിന്റ് ക്ലിയർ ആണ്, വ്യക്തമാണ്. പക്ഷേ അപ്പോഴും ഒരു സംശയം ബാക്കിയാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കൊപ്പം ഇന്നും ജനങ്ങളുണ്ട്, ആളുണ്ട്, ആരവമുണ്ട്, അവർക്ക് അധികാരവും ലഭിക്കുന്നുണ്ട്. ഈ പറയുന്ന ചോദ്യം പ്രസക്തമാണ് എന്ന് പറയുമ്പോൾ തന്നെ എങ്ങനെ ഇവർക്ക് അധികാരം പിന്നെയും കിട്ടുന്നു എന്ന ചോദ്യം പ്രസക്തമാണ്. തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് ചോദിച്ചാൽ അവരടിവരയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, തൊഴിലാളികൾക്ക് വേണ്ടിയും കർഷകർക്ക് വേണ്ടിയും. അതാണല്ലോ അവർ പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കുന്നത് തൊഴിലാളിയെ കൊണ്ടോ കർഷകരെ കൊണ്ടാണോ? തൊഴിലാളിയെ കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ വളരേണ്ടതെങ്കിൽ CITU എവിടെ നിൽക്കുന്നു, BMS എവിടെ നിൽക്കുന്നു എന്നാലോചിച്ച് നോക്കിയാൽ മതി. ഇന്ന് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് BMS ആണ്. CITU എത്രയോ പുറകിലാണ് നിൽക്കുന്നത്. അപ്പോൾ തൊഴിലാളി വർഗ്ഗം ഏതാണ്ട് അവരെ കൈയൊഴിഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് നിൽക്കുന്നതെന്നാണ് ഇനീഷ്യൽ ചോദിച്ചത്. അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പ്രത്യേകിച്ച് ആളുള്ളത് പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. CPM നിൽക്കുന്ന ആദ്യം സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ, സർക്കാർ NGO യൂണിയൻ അവരുടെ, അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ, പോഷക സംഘടന, കോളേജ് അധ്യാപകരുടെ അംഗങ്ങളിൽ AKPCTA, AKGCTA, ഈ സംഘടനകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിലനിർത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം. അവരെല്ലാം ഈ പറഞ്ഞതുപോലെ ഈ ഇവരാരും പ്രോലിറ്റേറിയറ്റ് അല്ലേ, ഇവരെല്ലാം പെറ്റിബൂർഷകളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഡെഫിനേഷൻ അനുസരിച്ച് ഇവർ പെറ്റിബൂർഷകളാണ്. അവരെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. പിന്നെ കുടുംബശ്രീ സംവിധാനം, സഹകരണ പ്രസ്ഥാനം. CPM-നെ സംബന്ധിച്ചിടത്തോളം CPM ഇന്ന് നമ്മുടെ രാജ്യത്തുള്ള ഏറ്റവും വലിയ കോർപ്പറേറ്റ് പ്രസ്ഥാനങ്ങളിലൊന്നാണ്. അവർക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, അവിടെ തൊഴിൽ കൊടുക്കാൻ ഒരുപാട് ആൾക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. അവരുടെ സഹകരണ സംഘങ്ങളിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഇവരെല്ലാം കൂടെ വരുമ്പോൾ ഈ ഒരു സിസ്റ്റത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകുന്നത്. എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് വളരെ, അതായത് ഈ തൊഴിലാളി വർഗം അല്ലെങ്കിൽ അവർ പറയുന്ന ജനകീയ ജനാധിപത്യ വിപ്ലവം നടത്തേണ്ട ആളുകൾ അവരുണ്ടെങ്കിലല്ല, ഇവരെ കൊണ്ടത് നടക്കില്ല. അപ്പോൾ ജനകീയ ജനാധിപത്യ വിപ്ലവം നടത്താൻ ആരെയൊക്കെയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നത് എന്ന് അവർ പറയുന്നത്, ആ വർഗം ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇല്ല. പുതിയൊരു ഇക്കോസിസ്റ്റം അവരുണ്ടാക്കിയെടുത്തു. പുതിയൊരു ഇക്കോസിസ്റ്റം അവരുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇവിടെ എനിക്ക് ഓർമ്മ വരുന്നത് ഈ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ വളരെ പ്രശസ്തമായ ഒരു കവിതയാണ്. തൊഴിലാളി വർഗം അധികാരമേറ്റാൽ അവരായി പിന്നെ അധികാരി വർഗം, അധികാരമപ്പോൾ തൊഴിലായി മാറും, അതിനുള്ള കൂലി അധികാരി വാങ്ങും. അപ്പോൾ തൊഴിലാളി വർഗം വന്നു, അവർ അധികാരവർഗമായി, അതിനുള്ള കൂലി അവർ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അധികാരത്തിലെത്തിയ തൊഴിലാളി വർഗം തന്നെ അതിനുള്ള കൂലി വാങ്ങുന്നുണ്ട്. അവർ പെറ്റിബൂർഷായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പെറ്റിബൂർഷകൾക്ക് വിപ്ലവം ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് മാർക്സാണ് പറയുന്നത്. പക്ഷേ ഇവിടെ എനിക്ക് അവസാനിപ്പിക്കാനുള്ളത്, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവാണ് G. സുധാകരൻ. നല്ല ചിന്തകനാണ്, മൗലികമായ ചിന്തയുള്ള ആളാണ്. പെട്ടെന്ന് ദേഷ്യം വരും എന്നുള്ളതല്ലാതെ അഴിമതിയുടെ കറ പുരളാത്ത ഒരാളാണ്. തീർച്ചയായിട്ടും കേരളം ഭരിച്ച പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിമാരിൽ അഴിമതിയുടെ കറ പുരളാത്ത ഏക മന്ത്രി, അടിവരയിട്ട് ഞാൻ പറയുന്ന ഏക മന്ത്രി G. സുധാകരൻ ഉറപ്പാണ്. മൗലിക ചിന്തയുള്ള ആളാണ്, നല്ലപോലെ എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന ആളാണ്. ഉറച്ച കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്ന് വന്ന അദ്ദേഹത്തിന് അനിയൻ തന്നെ ഭുവനേന്ദ്രൻ തന്നെ ഒരു രക്തസാക്ഷിയുമാണ്.
ജി സുധാകരൻ എഴുതിയ ഒരു കവിതയുണ്ട്. അതായത് എനിക്കറിയാവുന്ന, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന, നിസ്വാർത്ഥനായ, പ്രതിബദ്ധതയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായ ജി സുധാകരൻ്റെ കവിത. ഉറങ്ങണം, എനിക്കുറങ്ങണം, പക്ഷേ ഉറങ്ങാനൊട്ടും കഴിയുന്നില്ലല്ലോ. പ്രതിബദ്ധതയുള്ള, ആത്മാർത്ഥതയുള്ള, പാർട്ടിയെ സ്നേഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു പ്രതിസന്ധി ഇതാണ്. അവർക്ക് ഉറങ്ങണമെന്നുണ്ട്, പക്ഷേ ഉറങ്ങാൻ കഴിയുന്നില്ലല്ലോ. ഇവിടെയാണ് സമകാലിക രാഷ്ട്രീയം വന്ന്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാഷ്ട്രീയം വന്ന് നിൽക്കുന്നത്. മനസ്സിലായി.